UDF സർക്കാരിൻ്റെ ടേണുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വി ഡി സതീശനാണെങ്കിൽ അക്കാര്യത്തിൽ വലിയ പുലിയുമാണ്. ചിലയിടത്തൊന്നും അദ്ദേഹം ടേൺ അടിക്കാറില്ല. എന്നുവെച്ചാൽ തനിക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ ചിലരെ നിയമിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രത്തൻ യു ഖേൽക്കറുടെ നിയമനം എന്തായിരുന്നു നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമനത്തിൻ്റെ ഗുണം ഉണ്ടായി. ഇനി അവിടെ ടേൺ അടി എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഖേൽക്കറെ മാറ്റേണ്ട ആവശ്യമില്ല. കാര്യം ഖേൽക്കർ കയറി അതിന് വളരെ ദിവസങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏകദേശം 49% ഓഹരികൾ MSC പോലെയുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി അടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. അവർ കൊണ്ടുപോയി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ നല്ല കള്ളം അവിടെ പ്രചരിപ്പിച്ചു. അതായത് ഞാൻ അതൃപ്തി അറിയിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കള്ളം. സത്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു കരാർ ലംഘനം നടത്തുമ്പോൾ നിങ്ങൾ കാണിച്ച മോശമായിപ്പോയി കേട്ടോ, ചിരിച്ചുകൊണ്ട് അതൃപ്തി അറിയിച്ചിട്ട് കാര്യമില്ല. അതിന് നടപടി ഉണ്ടാവണം. നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇമാതിരി തോന്നിയാസം കാണിച്ചതിന് അദാനി ഗ്രൂപ്പിന് ഫൈൻ ഈടാക്കുക കൂടി വേണം. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടേ ഇല്ല. അതൃപ്തി അറിയിച്ചു എന്ന് പറയുന്ന ഒരു വാചകം തന്നെ വ്യാജമാണ്. അപ്പോൾ അത് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ അവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിന്, അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും അതോടൊപ്പം അല്ലറ ചില്ലറ ആൾക്കാർക്കും കിട്ടേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പല നിയമനങ്ങളുടെ കാര്യത്തിൽ പിന്നീടുള്ള പ്രദീപ് കുമാർ എന്ന് പറയുന്ന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ പ്ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നിയമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമുക്കറിയാം ആ പ്രദീപ് കുമാറിനെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരാളെ അവിടെ നിയമിക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാർ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ലീഗൽ അഡ്വൈസറെ കൊണ്ടുവന്നിട്ട് സർക്കാരിൻ്റെ കേസ് ഏൽപ്പിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നെല്ലാവർക്കും അറിയാം. അതിനെതിരായി സ്വന്തം മന്ത്രിസഭയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അതൃപ്തി അറിയിച്ചപ്പോഴാണ് വി ഡി സതീശന് മനസ്സിലായത് ചെന്ന് ചവിട്ടിയത് പ്രശ്നത്തിലാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ടേൺ അടിച്ചു. കാരണം അവിടെ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാനില്ല. കാര്യം ആ കേസ് കിടക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയാണ് SITയെ നിർദ്ദേശിച്ചുകൊണ്ട് കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആ നിയമനത്തിൽ ടേൺ എടുത്തേ പറ്റൂ. പിന്നെ ഇപ്പോഴും ടേൺ എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്കറിയാൻ പറ്റുന്നതാണ് മദ്യത്തിൻ്റെ കാര്യത്തിൽ. നമുക്കറിയാവുന്ന പോലെ ബക്കാഡിയുടെ ബ്രീസ് എന്ന് പറയുന്ന മദ്യത്തിൻ്റെ വില നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മന്ത്രിയുടെ, അതായത് M ലിജുവിൻ്റെ അതൃപ്തി ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനോട് പോലും കൂടിയാലോചിക്കാതെ ഇങ്ങനെയൊരു തീരുമാനം വി ഡി സതീശൻ എടുത്തു എന്നുള്ളത് എന്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം. അതിൽ നിന്ന് ടേൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ടേൺ എടുക്കില്ല? ആ നികുതി വർധനവിൻ കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചില സ്വകാര്യ ലാഭങ്ങൾ എന്ന് പറയേണ്ടി വരും. ആ സ്വകാര്യ ലാഭം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ആ ഒരു തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകാതിരുന്നത്. പിന്നീട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീ പദ്ധതി ഒപ്പിട്ടേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിൽ തന്നെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അതും അങ്ങനെ നിൽക്കുന്നു. പ്രഹ്ലാദ് ജോഷി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ വലിയൊരു ടേൺ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ആ ടേണിൻ്റെ പിന്നിൽ സർക്കാർ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ പൊതുവിൽ സംസാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതായത് നമുക്കറിയാം, ഇവിടെ വഖഫ് ബോർഡിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട്, വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിങ്ങളെ, അതായത് വഖഫ് നിയമപ്രകാരമുള്ള 14-ാം വകുപ്പ് പ്രകാരം വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ നേരത്തെ ആ 2 ഒഴിച്ചിട്ടു. കാരണം എല്ലാം ഫുൾ കോറമാക്കണ്ട, 2 അമുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് ആ 2 സ്ഥാനങ്ങൾ, സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടാണ് കഴിഞ്ഞ LDF സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പോയത്. ഈ വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിങ്ങളെ കൂടെ നിയമിക്കാം എന്ന രീതിയിൽ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരുന്നു നമ്മുടെ ഈ സർക്കാർ, വി ഡി സതീശൻ സർക്കാർ. എന്നാൽ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് കഴിഞ്ഞ സർക്കാരാണ്, LDF ആണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല
എന്നാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ 14 വകുപ്പ് പ്രകാരമുള്ള ആ 2 അമുസ്ലിങ്ങളെ ഞങ്ങൾ നിയമിക്കില്ല എന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം എന്താണ് സുപ്രീം കോടതിക്ക് വിധിക്ക് ശേഷം, അതായത് ഇപ്പോൾ കോടതിയുടെ പരിഗണന കിടക്കുകയാണത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകളെല്ലാം അവസാനിച്ചു എന്നായിരുന്നു അന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ പോയിട്ടുള്ള എല്ലാ ഹർജികളും തള്ളി കേസ് അവസാനിച്ചു. ഇതായിരുന്നു വി.ഡി. സതീശൻ അന്ന് നമ്മളോട് ബോധ്യപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താ? കോടതിയിൽ കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി എടുക്ക് ചെന്നിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? കോടതി വിധിക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നിയമനം നടത്തൂ, അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമനം നടത്തൂ എന്ന് സുപ്രീം കോടതിയെ അറിയിക്കണമെങ്കിൽ സ്വാഭാവികമായി കേസ് നിലവിലുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. പിന്നെ എന്തിനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? സ്വാഭാവികം, ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ജനത്തിൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് കൊടുക്കണം? ഇടത് സർക്കാർ ഈ പറയുന്ന പോലെ, അത് ന്യൂനപക്ഷ പ്രീണനം, അതിൻ്റെ പിന്നിലാണ് നടക്കുന്നത്. ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തിനൊപ്പം വിടാതെ UDF-നൊപ്പം പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രീണന തന്ത്രം പ്രയോഗിക്കുക. അതാ ചെയ്തത്. ഞങ്ങളല്ലേ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത്? അത് അന്നത്തെ സർക്കാർ എടുത്ത തീരുമാനമാണ്, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതാ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെയും, അതായത് വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ പിന്നിൽ ഇടതുപക്ഷം സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമാണെന്നും അതുവരെ കൊടുത്ത ഹർജികളെല്ലാം സുപ്രീം കോടതി രാജി ചെയ്ത് കേസ് തള്ളുകയും ചെയ്തു എന്ന് വരുത്തി തീർക്കുകയായിരുന്നില്ലേ വി.ഡി. സതീശൻ്റെ ലക്ഷ്യം? അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ ഈ പറയുന്ന നിലപാടുകൾ ഇല്ലായ്മ, കള്ളം പറച്ചിൽ, ഇതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നിയമനങ്ങളിൽ വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു സങ്കീർണതകളും, യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾ സൃഷ്ടിക്കില്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബാർ കൗൺസിൽ പ്രതിനിധിയെയും ഷിയ അംഗത്തെയും ഉൾപ്പെടുത്താനുണ്ടെന്ന് ഈ പറയുന്ന ഒരു ഹർജിക്കാരുണ്ട്. ആ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഒഴിവെല്ലാം നികത്തിക്കൂടെ എന്ന് സർക്കാരിനോട് ചോദിച്ചു. അപ്പം നിലവിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനില്ല, സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് മറ്റംഗങ്ങളെ നിയമിക്കാം, ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതും സർക്കാരിൻ്റെ അധികാരമാണ് എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ആക്ച്വലി സംഭവിച്ച കാര്യം. അപ്പം നിലവിൽ ഇതിപ്പോൾ കോടതിയിൽ കിടക്കുന്ന കേസാണ്, അല്ലാതെ കോടതിയിൽ നിന്ന് കേസ് തള്ളിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രസകരമായ ഒരു കാര്യം. അപ്പം ഇതുവരെ നമ്മുടെ മുഖ്യമന്ത്രി വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞിരുന്നതെല്ലാം നുണയായിരുന്നു എന്ന് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ 2 മുസ്ലിങ്ങളെ നിയമിക്കുകയും വഖഫ് ബോർഡ് പുനഃക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആർക്കനുകൂലമാകും? കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമവുമായിട്ട്, ഉമീദ് ആക്ടിന് ഭേദഗതി ചെയ്ത നിയമവുമായി നമ്മൾ പൊരുത്തപ്പെട്ട് കഴിയും. അപ്പോൾ ഫലത്തിൽ എന്ത് സംഭവിക്കും? ഇത് ഇത്രയേ അതേ ഉദ്ദേശിച്ചുള്ളൂ, കേന്ദ്രത്തെ പിണക്കാതിരിക്കാൻ കഴിയും. അതായത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും RSSമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരെ പിണക്കാതിരിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്നുള്ളത് ഒരു കാര്യം. 2, ഇത് ഇടതുപക്ഷത്തിൻ്റെ തലയിലേക്ക് ചാരിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീണ്ടും ഇടതുപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വീണ്ടും ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫലത്തിൽ വി.ഡി. സതീശൻ സംഘപരിവാറുകാരനാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ ന്യൂനപക്ഷത്തിന് വലിയ പ്രിയപ്പെട്ട ഒരാളായി മാറുകയും ചെയ്യും. ഇതാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ എടുത്ത ഇരട്ട നിലപാട് എന്ന് പറയേണ്ടി വരും. അതാണ് സത്യത്തിൽ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് ടേൺ അടിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ PM ശ്രീ വിഷയത്തിൽ കൂടെ ഈ രീതിയിലൊക്കെയുള്ള നീക്കം നടത്തുക. ഇപ്പം നമ്മളറിയാലോ, തദ്ദേശ വകുപ്പ് തീരുമാനമെടുത്തില്ലേ, ലൈഫ് പദ്ധതി പ്രകാരം ഈ PMAY പ്രകാരം വീട് കിട്ടുന്നവർക്ക് ലോഗോ പതിപ്പിക്കാവുന്നു. ഇതും ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടാൽ മതി. അപ്പം RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമോ അതിനെല്ലാം ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ RSSനെ അനുകൂലിക്കുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ സർക്കാർ ചെയ്തു കൂട്ടാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പറയാനില്ല.